സദാശിവസമാരംഭ പുരാണാനാം ഭഗവത്പാദം ഭാഷകളേ ഈശ്വരോ ഗുരുരേ മുക്തിഭേദവിഭാഗി ദക്ഷിണാമൂർത്തയേ യഥോർണനാഭിസ്തന്തനോച്ചരേ യഥാഗ്നേ ക്ഷുദ്രാവിസ്ഫുലിംഗാവിചരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിചരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാമേഷ സത്യം. ഇവിടെ പരാത്മനൈവ സൃഷ്ടിരിതി സംസാരണ സൃഷ്ടി സ്ഥിതി സംഹാര ജ്ഞാന സാമർഥ്യാഭാവം. ഇവിടെ സൃഷ്ടി സംസാരിയിൽ നിന്നാണ് അസംസാരിയിൽ നിന്നാണ്. അത് അസംസാരിയിൽ നിന്നാണെന്ന് പറഞ്ഞു, സംസാരിയിൽ നിന്നല്ല. ഇവിടെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ അസംസാരിയായ ബ്രഹ്മമാണ് ജഗത്തിന് കാരണം. അസംസാരി ബ്രഹ്മജഗത് കാരണം. എങ്ങനെയുള്ളത്? അശ്നായ അതീതം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം. തദ്വിപരീത സംസാരി, അതിന് നേരെ വിപരീത സ്വഭാവമുള്ളവനാണ് സംസാരി. സാധാരണ ജീവന്മാരൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയാണ്, ഞാൻ സംസാരിയാണ്. ആ ബുദ്ധി സ്വാഭാവികമായി സഹജമായി ഉറച്ചിരിക്കുകയാണ്, ഞാൻ സംസാരിയാണ്, ഞാൻ ജനന മരണങ്ങളുള്ളവനാണ്, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനാണ്, ബന്ധവും മോക്ഷമുള്ളവനാണ്. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മീതിന ഗണ്യ. ഇപ്പോൾ ഈ തത്വത്തെ ശ്രവിക്കുന്ന സമയത്ത് ഞാൻ ബ്രഹ്മമാണ് എന്ന് ധരിക്കരുത്. പിന്നെന്താണ്? പരം ഹി ദൈവം ഈശാനം. ഈശ്വരൻ പരനാണ്, ഞാൻ എത്രയോ നിസാരമാണ്, തുച്ഛനാണ്, നികൃഷ്ട. ഞാൻ നികൃഷ്ടനാണ്, ഈശ്വരൻ ഉത്കൃഷ്ടനാണ്, സംസാരി. അങ്ങനെ ഈ നികൃഷ്ടനായിരിക്കുന്ന അല്പജ്ഞനായിരിക്കുന്ന ഞാൻ ആ പരനായ ഈശ്വരനെ ആത്മത്വേന സ്മരൻ, ഞാൻ ആ ഈശ്വരനാണ് സ്വരൂപം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ നിത്യശുദ്ധ ബുദ്ധമുക്ത ഈശ്വരനാണ് എന്ന് ഞാൻ
സ്മരിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അങ്ങനെ ഞാൻ ചിന്തിച്ചാൽ കഥം ന ദോഷഭാഗ്യ, എങ്ങനെ ദോഷം ഉണ്ടാകാതിരിക്കും? ഇവിടെ പറയുന്നു യഥാ അമാത്യ ആത്മാനം രാജാനം ഭാവൻ പ്രത്യവൈതി തഥാ ഈശമാത്മാനം പശ്യന്തിഹ പ്രത്യവേയ. ഒരു രാജാവുമുണ്ട്, മന്ത്രിയുണ്ട്. മന്ത്രിക്കറിയാം രാജാവ് ആണോ ഏറ്റവും ഉയർന്ന ആള്, ചക്രവർത്തി. പക്ഷെ അവിടെ മന്ത്രി വിചാരിക്കുന്നത് ഞാനാണ് രാജാവ്. അങ്ങനെ മന്ത്രി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? രാജാവിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. രാജാവ് കാരണം ഞാൻ രാജാവാണെന്ന് മന്ത്രി കരുതിയാൽ പിന്നെ രാജാവിന്റെ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ തുടങ്ങും. ഫലം തല നഷ്ടപ്പെടും. അതുപോലെ എന്തുകൊണ്ട് ചക്രവർത്തി അല്ലല്ലോ മന്ത്രി, അവിടെ പ്രത്യക്ഷമായ ഭേദമറിയാം. ഇവിടെയും പ്രത്യക്ഷമായ ഭേദമുണ്ട്. ഞാൻ അല്പജ്ഞനാണ്, എനിക്കറിയാം. ഈശ്വരൻ അങ്ങനെയല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. നിത്യശുദ്ധമുക്ത സ്വഭാവനാണ്. എന്റെ സ്വഭാവത്തോടുകൂടി അവനായിരിക്കാൻ പാടില്ല. ഈശ്വര സർവജ്ഞനായിരിക്കണം, സർവശക്തനായിരിക്കണം. അങ്ങനെയുള്ള ഈശ്വരന്റെ ആത്മത്വേന താനാണെന്ന് കരുതിയാൽ ദോഷമാണല്ലോ, അവിടെ പാപം ഉണ്ടാവും. ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ഈശ്വരന്റെ കോപം. തസ്മന്നാഹം ബ്രഹ്മാസ്മീതി യുക്തം. അതുകൊണ്ടെന്താണോ അഹം ബ്രഹ്മാസ്മി എന്ന് കരുതാതിരിക്കുന്നതാണ് നല്ലത്. പാപത്തെ ദോഷത്തെ ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത് എന്നാര് പറയുന്നു? ദ്വൈതി. ദ്വൈതികളുടെ അഭിപ്രായമാണ്. ശരി, പിന്നെന്ത് ചെയ്യണം? ശരി, ഞാൻ ബ്രഹ്മമാണെന്ന് ചിന്തിക്കുന്നില്ല, ഞാനതിന് തയ്യാറാണ്. പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? തസ്മാത്, എങ്ങനെ ഈശ്വരനെ ആരാധിക്കണം? കഥം തഹി ഈശ്വരീ മതിയും കുര്യ. ഈശ്വരനെ താനാണെന്ന് ചിന്തിക്കാൻ പാടില്ല. പിന്നെ ഈശ്വരനെ എങ്ങനെ ചിന്തിക്കണം? എങ്ങനെ ഈശ്വരബോധം ഉണ്ടാകും? എങ്ങനെ ഈശ്വരനെ പ്രാപിക്കും? അതിന് ദ്വൈതിയുടെ വഴി പറയുന്നു. തസ്മാ പുഷ്പോദക അഞ്ജലി സ്തുതി നമസ്കാര ബല്യുപഹാര സ്വാധ്യായ അധ്യയന ധ്യാനയോഗാദിഭിർ ആരിരാധയിഷേ നിരന്തരം ആരാധിച്ചുകൊണ്ടേയിരിക്കണം ഈശ്വരനെ. നിരന്തരം എന്ന് പറഞ്ഞാൽ മരണം വരെ കഴിയുന്നത്ര സമയം ഈശ്വര ആരാധനയിലായിരിക്കണം. എങ്ങനെയായിരിക്കണം ആരാധന? പുഷ്പം കൊണ്ട് ആരാധിക്കാം, പുഷ്പവും മറ്റും അർച്ചിച്ച്. ഉദകം, പുഷ്പവും ഉദകവും എന്ന് വെച്ചാൽ പൂജ സൂചിപ്പിക്കുകയാണ്. പഞ്ചോപചാരം, ഷോഡശോപചാരം എന്നെല്ലാം പറയുന്നു. നിയമങ്ങളനുസരിച്ച് ഈശ്വര പൂജ അത് നിരന്തരം ചെയ്യുക. അഞ്ജലി, സ്തുതി, നമസ്കാരം, ഈശ്വരന്റെ മുമ്പിൽ സർവസമർപ്പണം എന്നുള്ള നിലയ്ക്ക് സാഷ്ടാംഗ നമസ്കാരം, പിന്നെ പോലെയുള്ള പ്രവൃത്തികളെ അനുഷ്ഠിക്കുക, എന്നെ സ്തുതിക്കുക. ഓരോ വാക്കിനും ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഏത് നാമം ഉച്ചരിച്ചാലും അത് ഈശ്വരസ്തുതി ആയിരിക്കുക. നമസ്കാരം, നമിക്കുക ഈശ്വരനെ. എല്ലാ കാര്യങ്ങളിലും ഈശ്വരൻ തന്നെക്കാൾ ഉപരിയാണ്, താൻ നികൃഷ്ടനാണ്. നികൃഷ്ടഭാവമുള്ളിടത്തേ നമസ്കാരമുള്ളൂ. നമസ്കാരം എന്ന് പറയുന്നത് അതിനെ പ്രകാശിപ്പിക്കുന്നതാണ്. അങ്ങ് ഉത്കൃഷ്ടനാണ്, ഞാൻ നികൃഷ്ടനാണ്. അങ്ങ് നമസ്കാര്യനാണ്, ഞാൻ നമസ്കർത്താവാണ്. ഈ ഭേദബുദ്ധിയിലാണ് നമസ്കാരം. അപ്പോൾ അതെല്ലാ പ്രവൃത്തിയിലും ആ നമസ്കാരം വരിക.
തൊഴുക മാത്രമാണ്. പിന്നെ ബലി, ഉപഹാരങ്ങൾ സമർപ്പിക്കുക, ഈശ്വരന് ഇഷ്ടമെന്ന് തോന്നുന്ന മറ്റ് ഉപഹാരങ്ങൾ, ഈശ്വരന് സമ്പത്ത് കൊടുക്കുക, നിവേദ്യങ്ങളും മറ്റും സമർപ്പിക്കുക, ബലി ഉപഹാരങ്ങൾ എന്തെല്ലാം കൊടുക്കാം. ഇനി വേണ്ടി വന്നാൽ മൃഗങ്ങളെയും മറ്റും ബലി കൊടുക്കുക, അതും വരും അതിനകത്ത്. ഓരോരുത്തരുടെ സങ്കല്പം പോലെ ഈശ്വരൻ എന്ത് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല ഈശ്വരന് സമർപ്പിക്കുക. പിന്നെ സ്വാധ്യായ അധ്യയനം, ഇതിനെല്ലാം അനുകൂലമായ സ്തോത്രങ്ങളിലും മറ്റും നിരന്തര പാരായണം, ഒരു ദിവസം വിടാതെ സ്വാധ്യായ അധ്യയനം എന്ന് പറയുന്നതിന് എന്താ ഇവിടെ പറയുന്നത്? ഭഗവത് ഗുണ വർണ്ണനാത്മക ഭേദ സ്തോത്രാദി അധ്യയനം, ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന പുരാണങ്ങളും മറ്റും. പിന്നെ സാധാരണ ചൊല്ലുന്ന സ്തോത്രങ്ങൾ, അത് എങ്ങനെയാണ്? ഭേദസ്തോത്രം, ഇത് വേണം. ഈശ്വരൻ പരനാണ്, താൻ നികഷ്ടനാണ് എന്നുള്ള ബോധത്തെ നിലനിർത്തുന്ന സ്തോത്രങ്ങളായിരിക്കണം. അതിൽ അദ്വൈതബോധം വരാൻ പാടില്ല, എന്നാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. അതിലേ പറയുന്നത് അയാള് ഒരു അദ്വൈതം പറയുന്നു. അദ്വൈതം പറഞ്ഞവൻ നിഷേധിയായി, ധിക്കാരിയായി, അഹങ്കാരിയായി. ആൾക്കാർ പറയാറില്ലേ, അത് വരാതിരിക്കണം. അത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭേദസ്തോത്രം എപ്പോഴും ഇത് ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. നീ സംസാരിയാണ്, നീ ബുദ്ധിയാണ്. എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ഞാൻ അബലനാണ്, ദുർബലനാണ്. ഈ സംസാരത്തിൽ, ഈ നരകവാരിധി നടുവിൽ ഈ നരകത്തിൽ തന്നെ കരകയറ്റിയിടണം, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം നിരന്തരം. അതാണ് സ്വാധ്യായ അധ്യയനം. അമ്മമാരൊക്കെ എന്നും ഇരുന്ന് ചൊല്ലുന്ന വൈകുന്നേരം. ഇത് ഒരു ദിവസം മുടങ്ങാൻ പാടില്ല. ശരി, ഇനി എന്തായാലും ഒരു കാര്യം എപ്പോഴും ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. എപ്പോഴും പുഷ്പമിട്ട് അർച്ചിച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല. എപ്പോഴും നമസ്കരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? കഴിയത്തില്ല. എപ്പോഴും ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ പറ്റും? കഴിയത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇതെല്ലാം കഴിഞ്ഞിട്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റിരുന്ന് ധ്യാനയോഗം, ഈശ്വരന്റെ രൂപം, സസംഗ ചക്രം സകിരീട കുണ്ടലം, ഇങ്ങനെ ആ രൂപത്തെ ധ്യാനിക്കണം. ഏതാണോ അവരവരുടെ ഇഷ്ടമനസ്സ്. ഇത് മൊത്തം ഇതെല്ലാം കൂടി ചേരുമ്പോൾ സാധനയായി. അല്ലെങ്കിൽ ഇതിനുള്ള ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? ആരാധയിഷ, നിരന്തരമായ ആരാധന ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഇത് ദ്വൈതമതമാണ്, പഞ്ചരാത്രം. പരബ്രഹ്മത്വമായാതി മത്കർമ്മ പരമപുമാ. ഇവിടെ പറയുന്നു, ഞാൻ വേറെയാണ്. മമൈ വംശോ ജീവലോകേ ജീവഭൂത സനാതന എന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവന്മാരിലെ എൻ്റെ ഒരംശമാണ്. ഒരംശമായിരിക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യണം? മത്കർമ്മ മത്പരമോ മത് ഭക്ത സംഘവർജിത. ഇതിന് ചർച്ച ചെയ്തില്ലേ? മത്കർമ്മകർത്തായ ആ മത്കർമ്മം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പുഷ്പോദകാഞ്ജലി സ്തുതി നമസ്കാര ബല്യുപഹാര സ്വാധ്യായ അധ്യയന ധ്യാനയോഗം. ഇതാണ് മത്കർമ്മം.
അത് ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു? പരബ്രഹ്മത്വമായ ആദി. ഇപ്പം ഞാനും അവനും തമ്മിൽ ഭേദമുണ്ടെങ്കിൽ ഒടുവിൽ അവൻ എൻ്റെ സായുജ്യത്തെ പ്രാപിക്കുന്നു, എന്നിലേക്ക് അവൻ വിലയിക്കുന്നു, ഏകീഭവിക്കുന്നു. പഞ്ചരാത്ര മതം യമുനാചാര്യരും മറ്റും പിന്തുടർന്നു. ഈ ഒരു ദ്വൈതം സാധാരണ നമ്മളറിയുന്നത് ശങ്കരാചാര്യർക്ക് ശേഷം വന്നിട്ടുള്ള ആചാര്യന്മാരാണ്. രാമാനുജനും മാധവനുമെല്ലാം എല്ലാവരും ദ്വൈതികൾ തന്നെയാണ്. അല്പ സ്വല്പം വ്യത്യാസമുണ്ടെന്ന്. ഒരു തരത്തിലാണെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവി ഈശ്വര ഭേദത്തെ അംഗീകരിക്കുന്നവരാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇതുണ്ടായിരുന്നു. അത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇങ്ങനൊരു ദ്വൈതം ചിന്താഗതി ആരാധനേന വിദിത്വ, ഇങ്ങനെയുള്ള ആ ഭേദബുദ്ധിയോടുകൂടിയുള്ള ആരാധനയിലൂടെ സർവൈശ്യത്ര ബ്രഹ്മഭവതി, ഒടുവിൽ ആ സായുജ്യത്തെ പ്രാപിക്കുന്നു. അത് തന്നെ ആയിത്തീരുന്നു. ഇവിടെ ഭേദം ഉണ്ടാകാവുന്നു. ന പുനരസംസാരി ബ്രഹ്മസംസാരി ആത്മത്വന ചിന്തയേ പറയുന്നു. ഒരിക്കലും ദ്വൈതികൾ പറയണം അസംസാരി ബ്രഹ്മ ഈശ്വരൻ, അതാണ് ഇവിടെ ഇപ്പോൾ സമർത്ഥിച്ചത്. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത് അസംസാരിയായ ബ്രഹ്മമാണ്. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്തിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ ഒരിക്കലും സംസാരി ആത്മത്വേന എന്നുവെച്ചാൽ ഞാനായിട്ട് ഞാനായിട്ടൊരിക്കലും ചിന്തിക്കരുത്. മറിച്ച് ഈ പറഞ്ഞതുപോലെ ഈ സംശ്രയന്തി തം ഭക്ത സൂക്ഷ്മ അധ്യാത്മചിന്തകാഹ തേ യാന്തി വൈ പദം വിഷ്ണു ജരാ മരണവർജിതം. വിഷ്ണുവിന് അങ്ങനെ ഒരു സ്ഥാനമുണ്ട്, വൈകുണ്ഠം. കുണ്ഠം ദുഃഖം വിഗതമായ സ്ഥലം, അതൊന്നും ഇല്ലാത്ത സ്ഥലം വൈകുണ്ഠം. ഏതൊരു തരത്തിലുള്ള ക്ലേശങ്ങളും ഇല്ലാത്ത സ്ഥലം. അതാണെന്ത്? പരമം പദം, വിഷ്ണുവിന്റെ പരമമായ സ്ഥാനം. അവിടെ എത്തിച്ചേരുവാനത്തെ യാന്തിയായ സൂക്ഷ്മം അധ്യാത്മചിന്തകാഹ, സൂക്ഷ്മമായി അധ്യാത്മചിന്ത ചെയ്യുന്നവർ ഈ പറയുന്ന തരത്തിൽ പുഷ്പോദകാഞ്ജലി സ്തുതി ഏ സംശ്രയന്തി തം ഭക്താഹ, അങ്ങനെയുള്ള ആ പദത്തെ ആ ഭക്തന്മാർ പ്രാപിക്കുന്നു. അതുകൊണ്ട് മറിച്ച് അസംസാരിയായ ആ നിത്യശുദ്ധ മുക്ത സ്വരൂപമായിരിക്കുന്ന ആ തത്വത്തെ ആത്മത്വേന ഞാനാണ് ചിന്തിക്കരുത്. എന്തുകൊണ്ട്? ഇത് രണ്ടും പരസ്പര ഭിന്നമാണ്. ഇത് രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ഒന്നല്ല. അഗ്നിമേവ ശീതത്വേന ആകാശമേവ മൂർത്തിമത്വേന. ഇത് നിങ്ങൾക്ക് കഴിയുമോ? അഗ്നി നിങ്ങൾക്ക് ശീതം എന്ന് ധ്യാനിക്കാൻ കഴിയുമോ? അറിയാൻ കഴിയുമോ? ആകാശം രൂപരഹിതമാണ്. അത് ഒരു രൂപമുള്ളതായിട്ട്, ഹിമാലയത്തെ പോലെ ഒരു രൂപമുള്ളതാണെന്ന് ആകാശത്തെ ചിന്തിക്കാൻ കഴിയും. അതുപോലെ തികച്ചും പരസ്പര വിരുദ്ധമായിരിക്കുന്ന ഈശ്വരനെയും താനായി ചിന്തിക്കരുത്, സംസാരിയായ താനായി ചിന്തിക്കരുത്. പക്ഷെ ഇവിടെ വരും ഒരു ഭാഗത്ത് പറയുന്നു താൻ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവനാണ്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെ പറയുന്നു. ഇതിലേതാ ശരി? രണ്ടും പറയില്ലേ ശാസ്ത്രത്തിൽ? അപ്പൊ ഈ അദ്വൈതി പറയും അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ അദ്വൈതം ബോധിച്ചു കഴിഞ്ഞാൽ അവിടെ
ഇങ്ങനെ ഒരു ചർച്ച കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കണം. അതിൻ്റെ ആവശ്യമില്ല. അതൊരു വികല്പം മാത്രം, അതിനവിടെ സ്ഥാനമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് ചർച്ച ചെയ്യുന്നത്. അദ്വൈതം പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ ഉപാസനയെക്കുറിച്ച്, ഈ ആരാധനയെക്കുറിച്ചുകൂടെ പറയുന്നത്? കാരണം അദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവന് തന്നെ, അദ്വൈത ബോധത്തിൽ ഉറയ്ക്കുന്നവന് ഇങ്ങനെ ഒരു ഈശ്വരനെ കുറിച്ച്, ഇങ്ങനെ ഒരു ആരാധനയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ വികല്പം സംഭവിക്കാം. അതാണോ ശരി, ഇതാണോ ശരി? അപ്പോൾ തനിക്ക് അബദ്ധം പറ്റിയതാണോ, താൻ വിപരീത ബുദ്ധിക്ക് അടിമപ്പെട്ടിട്ടാണോ ആത്മവിചാരം ചെയ്യുന്നത്? ഇത് ഉപേക്ഷിക്കേണ്ടതാണോ, ഏതാ ശരി എന്ന് സംശയം വരുമ്പോൾ അതിനെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരാധനയുടെ കാര്യം പറയുന്നത്. എന്ന് നിശ്ചയിച്ച് തത്വത്തിൽ ഉറയ്ക്കുന്നു. ശരി, ഈ ആരാധനയാണ് സത്യമെന്ന് കരുതുന്നവരോ അവരവരും ബ്രഹ്മാത്മത്വ പ്രതിപാദകവും ശാസ്ത്രം അർത്ഥവാദവും ഭവിഷ്യതി. അവരംഗീകരിക്കുന്നു. തത്വമസി അഹം ബ്രഹ്മാസ്മി സർവം ഖണ്ഡിതം ബ്രഹ്മ നേഹ നാനാസ്തി കിഞ്ചത മൃത്യോ സമൃത്യം ആപ്നോതി ഏഹ നാനേവ പശ്യതി. ഭേദം പാടില്ല, ഭേദത്തെ കാണുന്നവനെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. അത് ശരി. പക്ഷെ അതൊക്കെ വെറും അർത്ഥവാദം. ഈശ്വരന്റെ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. ഉദ്ദേശിക്കുന്ന പോലെ ഈശ്വരൻ താനെന്ന് ബോധിപ്പിക്കാനല്ല. അതുകൊണ്ട് അതൊക്കെ സ്തുതിപരമാണ്, ഈശ്വരസ്തുതിപരമാണ്. അഭേദ ബോധക വാക്യങ്ങൾ ഈശ്വരസ്തുതിപരമാണ്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞുള്ള സർവ തർക്കശാസ്ത്ര ലോക ന്യായൈശ്ച ഏവം അവിരോധസ്യ, അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സർവ തർക്കശാസ്ത്രങ്ങൾക്കും ലോകന്യായത്തിനും എല്ലാം ഇത് യോജിച്ചു പോകും. ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണ്? ഈശ്വരൻ വേറെ, താൻ വേറെ. ഈശ്വരൻ സർവജ്ഞനാണ്, താൻ അല്പജ്ഞനാണ്. താർക്കികന്മാർ ഇത് തന്നെ പറയുന്നു. യോജിക്കുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതാരും നീയാണോ? അല്ല, ഞാനല്ല. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആരോ അയാൾ ഈശ്വരൻ, സർവജ്ഞൻ, നീ അല്പജ്ഞൻ. അതുകൊണ്ടൊരിക്കലും നീ അല്ല സർവജ്ഞൻ. അതുകൊണ്ട് ഈശ്വരൻ വേറെ, നീ വേറെ. ഇതാണ് തർക്കം. അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുക, ഹേതുക്കൾ ഉപയോഗിച്ച്. പ്രത്യക്ഷമല്ലാത്ത കാര്യങ്ങളിൽ സമർത്ഥിക്കുക. അതാണ് തർക്കത്തിന്റെ പ്രത്യേകത. സർവതർക്കശാസ്ത്രവും ഇതെന്ന് പറയുന്നത് ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നു. നൈയായികന്മാർ, വൈശേഷികന്മാർ, അവർക്ക് താർക്കികന്മാർ, അവരെല്ലാം പറയുന്നുണ്ട് ഒരു ഈശ്വരനുണ്ടായാലേ ഈ സൃഷ്ടി നടക്കത്തുള്ളൂ. ഈശ്വരൻ സർവജ്ഞനാണ്, നീ ആ സൃഷ്ടിയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് നീ ആ ഈശ്വരനെ ആരാധിക്കണം. ഇനി ഇത്തരം കാര്യങ്ങളിലെല്ലാം എന്താണ് ഗത അനുഗതികമാണ് ലോകം. അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. നാട്ടുകാരെല്ലാം എന്ത് പറയുന്നു അതുപോലെ, ലോകരെന്ത് പറയുന്നു അതുപോലെ. ലോകരെന്താ പറയുന്നത്? ലോകരെല്ലാം ഒരു ഈശ്വരനെ ആരാധിക്കുന്നവരാണ്. ആധ്യാത്മിക ലോകത്തുള്ളവർ അവർ ഈശ്വരനെ അന്യമായി കണ്ടിട്ട് ആരാധിക്കും. അവർ ഈ പറയുന്ന പുഷ്പോദക, അഞ്ജലി, സ്തുതി, നമസ്കാരങ്ങളെല്ലാം ചെയ്യും. ഒരു കൂട്ടര് ദേവതാപ്രീതിക്ക് വേണ്ടി യാഗം ചെയ്യുന്നു. അവരുടെ അനുഗ്രഹത്തോടുകൂടി സ്വർഗത്തിനും മറ്റും പോകുന്നു. പിന്നെ ഇനി വേറെ കൂട്ടര് അമ്പലങ്ങളിൽ പോകുന്നു,
പൂജ പുഷ്പാഞ്ജലികളെല്ലാം ചെയ്യിക്കുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ലോകത്തിലെന്താ കാണുന്നത്? ഭൂരിപക്ഷവും ഈ മതങ്ങളെ ഒന്നും ഇതുപോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് മതങ്ങൾ നോക്കിയാലും എല്ലായിടത്തും കാണാനാണ് ലോകന്യായം എന്ന് പറയുന്നത്. ഭൂരിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്ത് തനിക്കന്യനായ ഒരു ഈശ്വരനെ ആരാധിക്കുന്നു. അവരോടൊന്നും ഈ പറയുന്ന അദ്വൈതം പറയാൻ പറ്റില്ല. അദ്വൈതം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തല പോലും കാണത്തില്ല, അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഈശ്വരൻ അന്യനാണ്, അതിനെ ആരാധിക്കുന്നു. ഈശ്വരൻ ആരാധ്യനാണ്, താൻ സംസാരിയാണ് എന്നുള്ള മോചനത്തിന് ഈശ്വരനെ ആരാധിക്കുന്നു. അപ്പോൾ ലോകം മുഴുവൻ പിന്തുടരുന്ന ഒരു കാര്യമാണത്. ഇപ്പം ഭൂരിപക്ഷത്തെ സ്വീകരിക്കണ്ടേ എന്നുള്ളതാണ്. ഈ മുകളിൽ കാണുന്നത് സൂര്യനാണെന്നുള്ളത് ഭൂരിപക്ഷ അഭിപ്രായമാണ്, സ്വീകരിച്ചല്ലേ പറ്റും. അത് പ്രകാശിക്കുന്നതാണെന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ശരിയാവും. ഭൂരിപക്ഷം അങ്ങനെയാ കാണുന്നു. അതുപോലെ ഭേദബുദ്ധിയോടുകൂടി ഈശ്വരനെ ആരാധിക്കുന്നവരാണ് ഈ ലോകം മുഴുവൻ. അതുകൊണ്ട് ലോകന്യായം അനുസരിച്ചും ഈശ്വരൻ വേറെ താൻ വേറെ എന്ന് തന്നെ കരുതണം. ആരാധിക്കണം വിരോധസ്യ എന്നാണ്. അവനല്ലെങ്കിൽ അത് അഗ്നിയെ ശീതമെന്ന് പറയുന്ന പോലെ ആയിരിക്കും. അല്പജ്ഞനായിരിക്കുന്ന താൻ സർവജ്ഞനാണെന്ന് പറയുന്നത് കേവലം അഹങ്കാരമാണ്. ദ്വൈതികളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വീകാര്യമായ അഭിപ്രായം ഇതാണ്. പക്ഷെ ഭാഷ്യകാരൻ ഇത് അംഗീകരിക്കത്തില്ല. അംഗീകരിക്കില്ല എന്ന് വെച്ചാൽ അവിടെ ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ആകാം, അങ്ങനെയല്ല. നിങ്ങൾ പറഞ്ഞത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഭാഷ്യകാരനെ സംബന്ധിച്ച് അങ്ങനെയല്ല. വെട്ടൊന്ന് കണ്ടൻ രണ്ട്. കുറെ ഒന്ന് അംഗീകരിച്ചിട്ട് ഭൂരിപക്ഷത്തെ സന്തോഷിപ്പിച്ച് ഭൂരിപക്ഷത്തിന്റെ കൈയടി വാങ്ങി തന്റെ സിദ്ധാന്തത്തെ അവതരിപ്പിക്കാതൊന്നുമില്ല. പുഷ്പമെന്ന് പറയാം, പുഷ്പമെന്ന് പറയാം, പിന്നെ കുട്ടി പറഞ്ഞ പോലെയും പറയാം. കേട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല ഭാഷ്യകാരൻ പറയുന്നു. പിന്നെങ്ങനെയാ പറയുന്നു? താൻ തന്നെ പണി നോക്കെന്നാ പറയുന്നു. ഇതൊന്നും ലേശം പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രയാസം തോന്നുന്നു സത്യത്തിൽ. ഇത്രയും കർശനമായി പറയാം. എത്ര വലിയൊരു കാര്യമാണ് പറഞ്ഞത്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. പക്ഷെ ഒരു ദൈവമില്ലാന്ന് പറയുന്നു. നിങ്ങളെ പറഞ്ഞതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. പുഷ്പോദക അഞ്ജലി സ്തുതി നമസ്കാര ബലി ഉപഹാര സ്വാധ്യായ അധ്യയനം ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണെന്നാണ് പറയുന്നത്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതാണ് അദ്വൈതം. ആരും പേടിക്കരുത്. എന്തുകൊണ്ട്? എന്താ അങ്ങനെ പറയാൻ കാരണം? മന്ത്രബ്രാഹ്മണവാദേഭ്യ തസ്സൈവ പ്രവേശശ്രവണ. അങ്ങനെ അസംസാരിയായ ഈശ്വരൻ, സംസാരിയായ ജീവൻ, അങ്ങനെ രണ്ടില്ല ഇവിടെ. ലേശം പോലും. എന്തുകൊണ്ട്? മന്ത്രബ്രാഹ്മണവാദേഭ്യ. വേദം, മന്ത്രം, ബ്രാഹ്മണൻ രണ്ടായിട്ട് നോക്കുക. എവിടെ നോക്കിക്കഴിഞ്ഞാലും തസ്സൈവ പ്രവേശശ്രവണ. ഈ രണ്ടു തര ഭാഗങ്ങളിലും വേദവാക്യങ്ങളിലെല്ലാം എന്താണ്? തസ്സൈവ പ്രവേശശ്രവണ. നിങ്ങളെന്താ പറയുന്ന? അസംസാരിയായ ഒരുവൻ സൃഷ്ടിച്ചു എന്നല്ലേ? ശരി, അത് സമ്മതിക്കുന്നു. സൃഷ്ടിച്ചവൻ അസംസാരിയാണ്, നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവനാണ്.
അത്രയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അവൻ സർവജ്ഞനാണ്, സർവശക്തനാണ്, അസംസാരിയാണ്. പക്ഷേ തസ്സീവ പ്രവേശ ശ്രവണ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അവനാണ് ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരശ്ചക്രീതി പ്രകൃത്യ പുരഃ പുരുഷ ആവിശതി രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ സർവാണി രൂപാണി വിജിത്യ ധീരോ നാമാനി കൃത്വ അഭിവദൻ യഥാസ്തേ ഇതി സർവശാഖാസു സഹസ്രസ്സു മന്ത്രവാദഃ സൃഷ്ടികർത്തുരേവ അസംസാരിണ ശരീരപ്രവേശം ദർശയന്തി. അതുകൊണ്ടാണ് ഇവിടെ തീർത്ഥം പറഞ്ഞത്. അങ്ങനെ യാതൊരു തരത്തിലുള്ള ഭേദവുമില്ല. സൃഷ്ടികർത്തരേവ, ആ സൃഷ്ടികർത്താവ് തന്നെ, അസംസാരണ അസംസാരി തന്നെ ശരീരപ്രവേശ, ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. പിന്നെ ഇത് രണ്ടെന്നെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? വേദമന്ത്രങ്ങൾ അതിനെ പറഞ്ഞിരിക്കുന്നത് പുരശ്ചക്രേ സൃഷ്ടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? പുരഃ പുരുഷ ആവിശത, ആ പുരുഷൻ ഈ പുരത്തിൽ പ്രവേശിച്ചു. വ്യക്തമായി പറഞ്ഞിരിക്കുകയല്ലേ. രൂപം രൂപം, ഈ ഓരോ രൂപത്തിനും മനുഷ്യ ശരീരം, മൃഗശരീരം, പക്ഷിശരീരം, എന്തെല്ലാം ശരീരമുണ്ടോ എല്ലായിടത്തും എന്താണ്? പ്രതിരൂപോ ബഭൂവ, അവിടെയെല്ലാം പ്രതിബിംബ രൂപത്തിൽ ഈ ഉപാധികളെല്ലാം ഓരോ ഉപാധിക്കും അനുസരിച്ച രൂപത്തിൽ പ്രതിചക്ഷണായ, ഇതിങ്ങനെ പ്രകാശിക്കുന്നു. എന്തിനു വേണ്ടി? പ്രതിചക്ഷണായ പറയുന്നു, സ്വയാഥാത്മ്യ പ്രഖ്യാപനായ, തന്റെ വാസ്തവ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാനായി. എന്നുവെച്ചാൽ ഈ ഓരോന്നിനും സത്തായി ചിത്തായി ആനന്ദമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നിനും ഈശ്വരൻ തന്റെ മഹത്വത്തെ, തന്റെ മഹിമയെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിനും തന്റെ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവത്തെ പ്രകാശിപ്പിക്കുന്നു. സർവാണി രൂപാണി വിജിത്യ ധീര, അങ്ങനെയുള്ള ഈ സർവരൂപങ്ങളെയും വിചിത്യ, ഇതെല്ലാം സൃഷ്ടിച്ചിട്ട്, ധീര, ഈശ്വരൻ, ഇവിടെ ധീരൻ എന്ന് പറയുന്ന ഈശ്വരനെയാണ്, സൃഷ്ടികർത്താവ്. അവൻ സർവത്തെയും വിചിത്യ വിശേഷരൂപത്തെ സൃഷ്ടിച്ച്, എല്ലാത്തിനും നാനാരൂപത്തെ സൃഷ്ടിച്ചിട്ട് ധീരൻ, ധീമാൻ, ഈ സൃഷ്ടിക്കുന്നതിനുള്ള സാമർഥ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ധീരൻ എന്ന് പറഞ്ഞു. സർവജ്ഞതയും മറ്റുമുണ്ട്. നാമാനുകൃത്യ, എങ്ങനെയാണോ രൂപങ്ങളെ സൃഷ്ടിച്ചത് അതുപോലെ നാമങ്ങളെയും സൃഷ്ടിച്ചു. എന്നുവെച്ചാൽ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചിട്ട് അഭിവദൻ ആസ്ഥേ പറയുന്നു. യത് ആസ്തേ, യഹ ആസ്തേ, ഏതൊരുവനാണോ അഭിവദൻ, നേരെ പറഞ്ഞു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കിലൂടെ, മനസ്സിലൂടെ, പ്രവൃത്തിയിലൂടെ എല്ലാം തന്റെ തത്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഈശ്വരൻ ഒളിഞ്ഞിരിക്കുകയല്ല. ഈശ്വരൻ സദാ തന്റെ മഹത്വത്തെ സ്വയം വിളംബരം ചെയ്യുകയാണ്. തന്റെ മഹത്വം എന്താണ്? തന്റെ സത്യജ്ഞാനാനന്ദരൂപത്തെ അത് പ്രകാശിപ്പിക്കുന്നു. ഇതിൽ നിന്നിങ്ങനെ സർവശാഖാസു സഹസ്രശ, എല്ലാ ശാഖകളിലും നൂറുകണക്കിന് മന്ത്രവാദാഹ,
മന്ത്രവാക്യങ്ങൾ സൃഷ്ടികർത്തരേവ അസംസാരിണ ശരീരപ്രവേശം ദർശയന്തി. ഈ സൃഷ്ടികർത്താവ് അസംസാരി നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമുള്ള ആ പരമാത്മാവ് തന്നെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. തദൈവ അതടുത്ത് പറയുന്നു. തഥാ ബ്രാഹ്മണവാദാഹ. ഇനി ബ്രാഹ്മണവാക്യങ്ങൾ നോക്കാം. തസൃഷ്ട തദൈവ അനുപ്രാവശ്യ. ഒരു സംശയമില്ല പറഞ്ഞിരിക്കണം. തദൈവ, നിങ്ങൾ സൃഷ്ടിച്ചവനെ അസംസാരി എന്ന് പറയുന്നു. എന്നാൽ അസംസാരി തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവിടെ ഭേദബുദ്ധി വരുന്നു? അത് പ്രവേശിക്കുക മാത്രമല്ല, പ്രവേശിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അത് താൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെ ഇവിടെ ഭേദബുദ്ധി വരുന്നു? എങ്ങനെ ഈശ്വരൻ വേറെ താൻ വേറെ എന്നെല്ലാം കണ്ട് ആരാധിക്കാൻ കഴിയുന്ന? സ ഏതമേവ സീമാനം വിചാര്യ ഏതയാ ദ്വാര പ്രാപദ്യത. അത് ആ ഒരു തത്വം തന്നെ, സൃഷ്ടികർത്താവായ തത്വം തന്നെ സൃഷ്ടിയിലെന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി പല ഉപായങ്ങളും പറയും, പല കഥകളും. അവൻ സീമാവിലൂടെ ഉള്ളിൽ പ്രവേശിച്ചു. സ്വയം ദേവത ഇമാതിസ്രോ ദേവത അനേന ജീവനാത്മന അനുപ്രവേശിയ. ഒരു ദേവത, സൃഷ്ടികർത്താവായിരിക്കുന്ന ഒരു ദേവത ഈ മൂന്ന് ദേവതകളെയും, പൃഥ്വി തേജോ രൂപത്തിലുള്ള മൂന്ന് ദേവതകളെയും ജീവേന അനേന ജീവേന ആത്മന, നീ പറയുന്ന ജീവാത്മരൂപത്തിൽ പ്രവേശിച്ചു. ഇതിലൊക്കെ കൂടുതൽ എന്താ പ്രമാണം? ആ സൃഷ്ടികർത്താവ് തന്നെയാണ് ഇവിടെ താനായിരിക്കുന്നത്. പക്ഷെ ഇവിടെ താൻ അതിനെ പറയുന്നു ജീവൻ. അങ്ങനെ പറയുന്നിടത്തും ആ സൃഷ്ടികർത്താവ് തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സച്ചിദാനന്ദമായി. അതുകൊണ്ട് ജീവനാത്മന അനുപ്രവശ്യ, ജീവാത്മരൂപത്തിൽ അനുപ്രവേശം ചെയ്തിട്ട് യേശ സർവേഷു ഭൂതേഷു ഗൂഢഹൂത്മാ ന പ്രകാശതേ. ശരി, എന്നാൽ പിന്നെ എല്ലാവരും അതങ്ങ് ധരിക്കണ്ടേ? ഞാൻ നിത്യശുദ്ധ ബുദ്ധ എന്നാണെന്നങ്ങ് ധരിക്കാത്തത് വിവാദം വരത്തില്ലായിരുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? സർവ്വലോകരും ഭൂരിപക്ഷവും അന്യനായ ഈശ്വരനെയാണ് ആരാധിക്കുന്നത്. സർവേഷു ഭൂതോഷു, ഈ സർവപ്രാണികളിലും യേശ ഇവൻ തന്നെയാണെങ്കിലും ഗൂഢോത്മാ, അവൻ ഒളിഞ്ഞിരിക്കുന്നു. ന പ്രകാശത്തെ, മൂഢബുദ്ധികൾക്കത് വ്യക്തമാകുന്നില്ല. ഭൂരിപക്ഷം മൂഢന്മാരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഭേദബുദ്ധിയോടുകൂടി ഈശ്വരനെ ആരാധിക്കുന്നു. ഗൂഢോത്മാ ന പ്രകാശത്തെ, സത്യത്തെ ആർക്കും വേണ്ട. ശ്രുതി ഇത്രയും വ്യക്തമായി ആ തത്വത്തെ പറഞ്ഞിട്ടും ആർക്കും അത് ബോധിക്കേണ്ട കാര്യമില്ല. സർവശ്രുതിഷിച്ച ബ്രഹ്മണി ആത്മശബ്ദ പ്രയോഗ ആത്മശബ്ദ പ്രത്യേകാത്മവിധായകത്വാ ഏഷ സർവഭൂതാന്തരാത്മാ ഇത് ശ്രുതി പരമാത്മവ്യതിരേകേണ സംസാരണോ അഭാവ ഏകമേവ അദ്വിതീയം ബ്രഹ്മേവേദം ആത്മേവേദം ഇത്യാദി ശ്രുതിഭ്യോ യുക്തമേവ അഹം ബ്രഹ്മാസ്മി ഇത്യവധാരയിതും. സർവശ്രുതിഷിച്ച, സർവശ്രുതികളിലും. ശങ്കരാചാര്യർ വെറുതെ അങ്ങ് തന്റെ ഭാവന കൊണ്ട് പറഞ്ഞൊന്നുമല്ല, ശ്രുതിയിൽ കണ്ടിട്ടാ പറഞ്ഞത്. ഇതിനെ അന്വേഷിച്ച് സാക്ഷാത്കരിച്ച് ഋഷിമാരുടെ അഭിപ്രായം അവർ വെളിപ്പെടുത്തിയത് കണ്ടിട്ടാ പറഞ്ഞത്. അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ബ്രഹ്മണി ആത്മശബ്ദ പ്രയോഗ, ആത്മാ താൻ എന്നുള്ള ശബ്ദം ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് സർവത്ര. അഹം ആത്മാ ഗുഡാവേശ സർവഭൂതാശയ സ്ഥിത, ഞാൻ സർവഭൂതാശയ സ്ഥിതനാണ് എന്നാണ് ഈശ്വരൻ നേരിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിന്നിൽ നന്യനല്ല എന്നല്ല.
സർവപ്രാണികളുടെയും ഹൃദയസ്ഥിതനായിരിക്കുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും ജീവനും എന്നുള്ള ഭേദം അങ്ങനെ വരും അവിടെ. പറയുന്നതിന്റെ താല്പര്യം ഭേദബുദ്ധി വേണം. ഭേദബുദ്ധിയോടുകൂടി ആരാധന പാടില്ല. അതാണ് പറയുന്നതിന്റെ താല്പര്യം. പലയിടത്തും പറയുന്നുണ്ടല്ലോ ആരാധിക്കണം. അതോ പത്രം പുഷ്പം ഫലം തോയം ഭക്തിയായോ മേ പ്രയിച്ചത്. അതല്ലേ ഇവിടെയും പറഞ്ഞത്. ഈ പറയുന്നതിന് വിരോധം വരത്തില്ലേ? അതാണ് അവിടെയും നമ്മൾ പറഞ്ഞത്. എന്താണ്? അങ്ങനെ ആകാം, പക്ഷെ അത് തത്വബോധത്തിലായിരിക്കണം, യാഥാർത്ഥ്യത്തെ ഗ്രഹിച്ചിട്ടായിരിക്കണം, പരമാർത്ഥത്തെ ഗ്രഹിച്ചിട്ടായിരിക്കണം. ശരി, അങ്ങനെ പരമാർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആരാധനയുടെ ആവശ്യമാണ്. എന്തിനു വേണ്ടിയത്? തത്വത്തെ ഗ്രഹിച്ചു, പക്ഷെ തത്വത്തിൽ നിഷ്ഠ വരുന്നില്ല. അതാണ് തത്വത്തിൽ പൂർണ്ണമായ ആസ്ഥ വരുന്നത്. തത്വബോധം അജ്ഞാനാദി ദോഷങ്ങളെ മാറ്റുന്നില്ല. അതിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആരാധനയാകും. പക്ഷെ അത് തത്വത്തെ വിസ്മരിച്ചിട്ടാകുന്നത്. അങ്ങനെ ആരാധനയിലും തത്വത്തെ സ്മരിക്കും. ആരാധനയുടെ രൂപം മാറും. അവൻ അജ്ഞനായിട്ടല്ല ആരാധിക്കുന്നത്, തത്വജ്ഞനായിട്ട് തന്നെ ആരാധിക്കുന്നു. അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നു, മറ്ററിയാതെ ആരാധിക്കുന്നു. അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയ്ക്ക് ഇവിടെ എതിരല്ല, അറിയാതെയുള്ള ആരാധനയ്ക്കാണ് എതിർ. അറിഞ്ഞുകൊണ്ട് ആരാധിക്കുമ്പോൾ അതിന്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. അതറിയാത്തവൻ ആരാധിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരിക്കലും. തത്വബോധത്തിൽ ഉള്ള ആരാധന ഇവിടെ ഇപ്പം നിഷേധിക്കുന്ന അതിനെയല്ല. അജ്ഞനായി ഭേദബുദ്ധിയോടുകൂടി ഭൂരിപക്ഷ ലോകത്തിന്റെ ആരാധന അതാണ്. അത് ഇവിടെ ഇങ്ങനെ പറയുന്നിടത്തെല്ലാം മനസ്സിലാക്കണം. അധ്യാത്മശാസ്ത്രത്തിൽ പല സവിശേഷതകളുമുണ്ട്. അത് ഓരോ സവിശേഷതയും ഓരോ തരം അധികാരികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഈ പറയുന്നതിൽ അവൻ പൂർണ്ണമായി വജ്ഞനാണ്. അവന് ഈ തത്വത്തെ ഗ്രഹിക്കാനേ കഴിയുന്നില്ല, ഉൾക്കൊള്ളാനേ കഴിയുന്നു. അവന് പിന്നെ വേറൊന്നുമില്ല. അവന് ഭേദ ആരാധനയെ സാധ്യമാകും. അതാണ് നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷത്തിന് അതേ സാധ്യമാകുമെങ്കിൽ അങ്ങനെ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ന്യൂനപക്ഷം, എപ്പോഴും ന്യൂനപക്ഷം വരുന്ന ഭൂരിപക്ഷത്തിൽ നിന്നാണ്. ആ ന്യൂനം പക്ഷം അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അഭേദ ബുദ്ധിയോടുകൂടി ആരാധിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഭേദബുദ്ധിയോടുകൂടി ആരാധിക്കുക. എന്തെങ്കിലും ഒരു ആരാധന ഇരിക്കട്ടെ, ഒന്നുമില്ലാതിരിക്കുന്നതിനും ഭേദം അതാണ്. കൊണ്ടാണ് പറഞ്ഞ ബുദ്ധിഭേദം ജനയേജ്ഞാനം കർമ്മസംഗീന ജോഷൈ സർവപ്രമാണി വിദ്വാൻ യുക്ത സമാചരൻ. ഇവിടെ പറയുന്നത് ബുദ്ധിഭേദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ധരിക്കും. ആ ഭൂരിപക്ഷത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയുമെങ്കിൽ, ഭൂരിപക്ഷം പോകുന്നതുകൊണ്ട് ഞാനും കൂടെ പോകുന്നു, മുമ്പേ നടക്കുന്ന ഗോവ് തന്നെ തന്റെ പിന്നാലെ പോകുന്ന കിടാങ്ങളല്ല, അങ്ങനെ ഇവിടെ തത്വത്തെയും പ്രകാശിപ്പിക്കുന്നു ശ്രുതി എന്ന്. ആ തത്വത്തെ ഉൾക്കൊള്ളാനും അതിന്റെ പിന്നാലെ പോകാനും കഴിയുമെങ്കിൽ മുമ്പേ ഗമിക്കുന്ന ഗോവിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അതിനു പറ്റിയ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് അത്. അതും ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതാണ്.
മമൈവാംശ ജീവലോകി, അതിനെ അങ്ങനെ കാണും, അംശമായി കാണും. അതൊക്കെ ഇവിടെ ഭാഷകാരൻ നിഷേധിക്കും. അങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം അതിന്റെ വാച്യാർത്ഥത്തിലെടുത്ത് മനസ്സിലാക്കുന്ന അജ്ഞന്മാരുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കട്ടെ. അവരെ കൂടി വിജ്ഞന്മാരാക്കാനാണ് ശ്രമം. അതല്ല ഇതാണ് തത്വം, ഈ തത്വത്തെ നീ ഗ്രഹിക്കുക. പക്ഷെ ഒരാൾ പറയുന്നു എനിക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എന്റെ ബുദ്ധി അത്രയ്ക്ക് ശേഷിയുള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല. അതുപോട്ടെ, ഭേദബുദ്ധിയോടുകൂടി. അതുകൊണ്ടാണ് എത്രയൊക്കെ ഉപദേശിച്ചിട്ടും എത്രയൊക്കെ ആചാര്യന്മാർ വന്ന് ഈ തത്വത്തെ വെളിപ്പെടുത്തിയിട്ടും ജീവന്മാരെന്ന് അജ്ഞതയിലും അജ്ഞത കൊണ്ടുള്ള ആരാധനയിലുമാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ കണ്ട് അങ്ങോട്ട് പോകണമെന്നില്ല. തത്വത്തെ ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കണമെങ്ങനെ? സർവശ്രുതിഷിജ ബ്രഹ്മണ്യാത്മശബ്ദ പ്രയോഗ. സർവവേദങ്ങളിലും ബ്രഹ്മത്തിലാണ് ആത്മശബ്ദം പ്രയോഗിക്കുന്നത്. ഞാൻ എന്ന് പറയുന്നത് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ആത്മശബ്ദസിച്ച പ്രത്യേകാത്മാവിധായകത്വ. ഞാൻ എന്ന് പറയുന്നത് പ്രത്യേകാത്മാവിനെ സൂചിപ്പിച്ചിട്ടാണ്. ആ പ്രത്യേകാത്മാവ് തന്നെയാണ് ബ്രഹ്മം. അല്ലാതെ ഈ ഞാൻ എന്നറിയുന്ന ഈ ശരീര, ഇന്ദ്രിയ, പ്രാണ, ഈ സംഘാതമല്ല, സൂക്ഷ്മമായ ബുദ്ധിവൃത്തികളുടെ സംഘാതമല്ല, ഇതൊന്നുമല്ല. പ്രത്യേകാത്മാവിധായകത്വ. അഹം എന്ന് പറയുന്നത് ബ്രഹ്മം, ഞാൻ എന്ന് പറയുന്നത് പ്രത്യേകാത്മാവ്. യേശ സർവഭൂതാന്തരാത്മാ പറയുന്നു. ഇവന് സർവഭൂതങ്ങളുടെ ഈ അന്തരാത്മാവാണ്. അഹമാദിശ്ച മധ്യഞ്ച ഭൂതാനാം അന്തൈവച. അതുകൊണ്ട് സർവത്ര ഉപനിഷത്തിൽ ആത്മശബ്ദം പ്രയോഗിക്കുന്നത് പ്രത്യേക തത്വത്തെ വെളിപ്പെടുത്താനാണ്. ആ തത്വം ആണ് ഈ സൃഷ്ടി നടത്തി ഇവിടെ അനുപ്രവേശം ചെയ്തിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് ആധാരമായി വർദ്ധിക്കുന്ന ആ തത്വമാണ്. യേശ സർവഭൂതാന്തരാത്മാ ഇതി ശ്രുതേഹി പരമാത്മവ്യതിരേകേണ സംസാരണോ അഭാവ. ഈ പറഞ്ഞിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? പരമാത്മാവിൽ നിന്ന് അന്യമായി ഒരു സംസാരി ഇല്ല, ഒരു ജീവനില്ല, സംസാരിക്കുന്നവനിവിടെ ഇല്ല. ജനനം, മരണം, ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരുവനിവിടെ ഇല്ല. മറിച്ചെന്താണ്? താൻ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവനാണ്. ഏകമേവ അദ്വിതീയം, ഒരേ ഒരു തത്വമാണ്. ജീവൻ, പരൻ എന്നൊരു ഭേദമില്ല. ബ്രഹ്മവേദം, ഇതെല്ലാം ആ തത്വം തന്നെയാണ്. ആത്മീവേദം, ഇതെല്ലാം ഞാൻ തന്നെയാണ്. ആ തത്വമായിരിക്കുന്ന ഞാൻ തന്നെയാണ് ഇതെല്ലാം എല്ലാമായിരിക്കുന്നത്. ഏകമായ തത്വമാണ്. ഇതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ഇത്യാദി ശ്രുതിഭ്യോ യുക്തമേവ അഹം ബ്രഹ്മാസ്മീത്യവധാരയിലും. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് കരുതിയെന്ന് വിചാരിച്ച് ഒരു നരകത്തിനും പോകത്തില്ല, പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടൊരു അഹന്തി ഉണ്ടാകില്ല, അതുകൊണ്ടൊരു ധിക്കാരം ഉണ്ടാകത്തില്ല. മറിച്ച് അതെന്താണ്? തത്വബോധമാണ്, പരമാർത്ഥ ബോധമാണ്. യുക്തമേവ, അത് യുക്തം തന്നെയാണ്. അഹം ബ്രഹ്മാസ്മിത്യവധാരയിലും, അഹം ബ്രഹ്മാസ്മി എന്ന് നിശ്ചയിക്കുക, ആ ബോധം നിധിധ്യാസന രൂപത്തിലെത്തുക. അതിനിവിടെ യാതൊരു യുക്തിഭംഗമില്ല. ആർക്കും സ്വാനുഭവത്തിന് ഇങ്ങനെ നിശ്ചയിക്കാം. അത് പ്രത്യേകിച്ച് എന്നാർക്കുന്നില്ല. ഇതാർക്കും സാധ്യമായ കാര്യമാണ്. അഹം ബ്രഹ്മാസ്മി.
ഇവിടെ എന്താണ് തന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞു. ഭൂരിപക്ഷ സിദ്ധാന്തം എന്താണെന്നും പറഞ്ഞു. തത്വചിന്തയിൽ അങ്ങനെ ഭൂരിപക്ഷം ന്യൂനപക്ഷം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്താണോ സത്യം അത് സ്വീകരിക്കും. അതിനെ യാതൊരു മുൻവിധിയും കൂടാതെ സ്വീകരിക്കും. നിങ്ങൾ ഈ സത്യത്തെ മനസ്സിലാക്കാൻ ശ്രുതിയെയാണ് ആശ്രയിക്കുന്നെങ്കിൽ ശ്രുതി പറയുന്ന തത്വം ഇങ്ങനെയാണ്. അത് ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ആ ശ്രുതിക്ക് അനുകൂലമായി ചിന്തിച്ച യുക്തിയും അത് തന്നെ പറയുന്നു. ആ തത്വത്തെ തന്നെ പറയുന്നു. താൻ തന്നെയാണ് സർവമായിരിക്കുന്ന പരമാത്മാവ്. ആ പരമാത്മാവ് തന്നെയാണ് താനായിരിക്കുന്നത്. ഇത് ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുകയാണ്. യുക്തമേവ അഹം ബ്രഹ്മാസ്മി. അതിൽ ആശങ്കകളും ഭയവും ഒന്നും വേണ്ട. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കുമെന്ന് കരുതേണ്ട കാര്യമില്ല. ഇവിടെ തന്റെ സിദ്ധാന്തത്തെ വ്യക്തമായും പറഞ്ഞു. ഇതാണ് തത്വം. എന്തിന്? ലോകപ്രസിദ്ധമായിരിക്കുന്ന ഭേദബുദ്ധിയെ നിരാകരിക്കാൻ വേണ്ടി, തത്വനിഷ്ഠയ്ക്ക് വേണ്ടി പറയുന്നു. തത്വബോധം ഉണ്ടായാലും തത്വനിഷ്ഠ വേണമെന്നില്ല. തത്വബോധത്തെ അജ്ഞാന സംശയ വിപര്യങ്ങളൊന്നും ബാധിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സംശയം വരും, ഇതെങ്ങനെ ശരിയാകും? ഇങ്ങനെ ഒരാചാര്യം പറയുന്നു, വേറൊരാചാര്യം വേറൊരു രൂപത്തിൽ പറയുന്നു, വേറൊരാൾ മറ്റൊന്ന് പറയുന്നു. ഏതാ ശരി? വികല്പങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ വികല്പങ്ങളെ എടുത്തു കാണിക്കുകയാണ്. വീണ്ടും വീണ്ടും വരാം വികല്പങ്ങൾ. ഏതേവം സ്ഥിത ശാസ്ത്രാർത്ഥ തഥാ പരമാത്മന സംസാരിത്വം. നിങ്ങളങ്ങനെ പറഞ്ഞിരിക്കുന്നു. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായ അസംസാരിയായ ആത്മാവാണ് ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്. ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് കാണുകയും കേൾക്കുകയും രുചിക്കുകയും മണക്കുകയും സർവപ്രപഞ്ചത്തെ അനുഭവിക്കുകയും മാനാപമാനങ്ങൾ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അഹമഹം എന്ന് സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ ആണ് ആ പരമാത്മാവെന്ന് പറഞ്ഞാൽ ആ പരമാത്മാവിടെ സംസാരിയായെന്ന് കരുതേണ്ടി വരും. കാരണം സംസാരിത്വം സ്വാനുഭവമാണ്, ഓരോ ജീവന്റെ അനുഭവമാണ്. അതേസമയം തന്റെ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം ആർക്കും അനുഭവമില്ല. പറയുന്ന സ്വ അനുഭവത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സുഖവും ദുഃഖവുമാണ്, എനിക്ക് സംസാരമുണ്ട്. ഞാൻ പരമാത്മാവെന്ന് പറഞ്ഞാൽ ആ പരമാത്മാവിന് സംസാരിത്വം വരും. അല്ലെ, അദ്വൈതം ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടു, മനസ്സിലാക്കി. വേറൊരിടത്തുനിന്ന് കേൾക്കുന്നു ദ്വൈതത്തെക്കുറിച്ച്. അദ്വൈതം അത് ശരിയാകത്തില്ല, അതങ്ങനെ ശരിയാകും. നീ എങ്ങനെ മുക്തനായ ആത്മാവാകും? നീ സംസാരത്തെ അനുഭവിക്കുകയല്ലേ എന്നിങ്ങനെയുള്ള മറുയുക്തികൾ കൊണ്ട് ഒരാൾ പറയുന്നേക്കും നമുക്കൊന്നു ശരിയാണ്, എനിക്ക് അബദ്ധം പറ്റിയത്, എന്റെ അനുഭവത്തിലില്ലാത്തൊരു കാര്യത്തെ ഞാൻ ഉണ്ടെന്ന് കരുതുന്നു. ശുദ്ധാസംബന്ധമാണ്. അതുകൊണ്ട് പരമാത്മാവിന് സംസാരിത്വം വരും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തഥാജസതി ശാസ്ത്രാനർത്ഥക്യം, ശാസ്ത്രം വ്യർത്ഥമായി തീരും. അസംസാരിത്യേച്ച ഉപദേശാനർത്ഥക്യം, പറയുന്നത് ഞാൻ അസംസാരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഉപദേശം അത് വ്യർത്ഥമായി. താൻ സംസാരി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ശാസ്ത്രം കൊണ്ടത് നേടാനാണ്. ഉഭയതപാശ രജ്ജു, ഒരു കുരു കഴിക്കുമ്പോൾ വേറൊരു കുരുക്കും മുറുകുന്ന ഊരാക്കുടുക്കെന്ന് പറയും. നിത്യ ശുദ്ധ മുക്തനായ
പരമാത്മാവാണ് താനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് സംസാരിത്വം വന്നു, പിന്നെ ശാസ്ത്രം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. താൻ അസംസാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം കൊണ്ട് പ്രയോജനമില്ല. ഇതിന് ആരുപദേശിക്കുന്നു? അതല്ലേ ചോദിക്കുന്നു. ഈ പരബ്രഹ്മസ്വരൂപമാണ്, നിത്യമുക്തനാണ് എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നു, താനത് ബോധിക്കുന്നു. ഇവിടെ ഉപദേശത്തിന്റെ ആവശ്യമില്ലല്ലോ. താനതാണെങ്കിൽ ഒരു ശ്രുതിയൊന്ന് ബോധിക്കുകയും താൻ ബോധിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. താനതാണ്, നിത്യശുദ്ധനാണ്. അവിടെ രണ്ടാമതൊരു ഗുരു പോലുമില്ല, ശാസ്ത്രമില്ല, ഉപദേശത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമുക്കറിയാം, ഉപദേശം നിലനിൽക്കുന്നു, ശ്രുതി നിലനിൽക്കുന്നു, ആചാര്യം നിലനിൽക്കുന്നു. ഇതെല്ലാം കൊണ്ട് എന്താണ് ഈ നിത്യശുദ്ധ മുക്തൻ എന്ന് പറയുന്ന തത്വത്തെ സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. ഒന്ന് ശാസ്ത്രാനർത്ഥയ്ക്കും, മറ്റൊന്ന് ഉപദേശാനർത്ഥയ്ക്കും. രണ്ടും ഒന്ന് തന്നെ. സ്പഷ്ടോ ദോഷോ പ്രാപ്ത താവത് പരമാത്മാ സർവഭൂതാന്തരാത്മാ സർവശരീര സമ്പർക്ക ജനിത ദുഃഖാനി അനുഭൂതി സ്പഷ്ടം പരസ്യ സംസാരിത്വം പ്രാപ്തം. നിങ്ങളീ പറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ആ പരനും സംസാരിയാണെന്ന് പറയും. എന്തുകൊണ്ട്? തവത് പരമാത്മാ സർവഭൂതാന്തരാത്മാ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപിന ലിപ്യതേ. അപ്പോൾ ആ പരമാത്മാവ് സർവഭൂതാന്തരാത്മാവാണെങ്കിൽ സർവത്ര അത് നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സർവശരീര സമ്പർക്കം ചെന്ന് ഓരോ ശരീരവുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട്, അതിന്റെ ബന്ധം കൊണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖാനി അനുഭവതി, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. സുഖമോടെ ദുഃഖമാണ്. അപ്പോൾ പരമാത്മാവിനും ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയേണ്ടി വരും. സ്പഷ്ടം പരസ്യ സംസാരിത്വം, പരമാത്മാവ് സംസാരിയാണെന്ന് പറയേണ്ടി വരും. തഥാച പരസ്യ അസംസാരിത്വ പ്രതിപാദക ശ്രുതിയെ കുപ്പിയേരൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരമാത്മാവ് സംസാരിയാണ് എന്ന് പറയുന്ന ശ്രുതികൾക്ക് വിരോധം വരും. സ്മൃതിശ്ച സർവേജൻ ന്യായ, സ്മൃതികൾക്ക് വിരോധം വരും, യുക്തിക്ക് വിരോധം വരും. ഇതുവരെ പറഞ്ഞ ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ മനസ്സിലാക്കിയത് ആ പരമാത്മാവ് നിത്യശുദ്ധനെന്നാണ്, മുക്തനെന്നാണ്. മറിച്ച് ആ പരമാത്മാവിന് സംസാരിത്വം വന്നു, ശരീരത്തിൽ അനുപ്രവേശം ചെയ്തതുകൊണ്ട് എന്നെല്ലാം കരുതി കഴിഞ്ഞാൽ ആ പരമാത്മാവ് സംസാരിയാണ്. അതെപ്പോഴും അസംസാരിയാണ്. ഇപ്പോഴും ഏത് സമയവും അത് അസംസാരിയാണ്. ആ സംസാരിത്വത്തെ കുറിച്ച് പറയുന്ന ശ്രുതികൾക്ക് വിരോധം വരും. സ്മൃതയശ്ച സർവേ ന്യായ, സ്മൃതികൾക്കും യുക്തികൾക്കും എല്ലാം വിരോധം വരും. നീ എന്താ പരമാത്മാവോ? ഇതെന്താ അസംബന്ധമാകുന്നു? നിരന്തരം കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരുവനിങ്ങനെ പരമാത്മാവാകുന്നു. സ്വയം വിലപിക്കുന്ന ഒരുവന് തന്റെ ദൗർബല്യത്തെക്കുറിച്ച്, തന്റെ അറിവില്ലായ്മയെക്കുറിച്ച് എല്ലാം വിലപിക്കുന്ന അജ്ഞനായിരിക്കുന്ന, കേവലം തുച്ഛമായിരിക്കുന്നവനെങ്ങനെ പരമാത്മാവാകും? അത് സാധ്യമല്ല. അത് കഥഞ്ചിത് പ്രാണി ശരീര സംബന്ധ ജൈഹി ദുഃഖൈഹി സമ്പത്തി ശക്യം പ്രതിപാദം പരാത്മന സാധ്യ പരിഹാര്യ അഭാവത് ഉപദേശാനലതയ്ക്ക് ദോഷം ന ശക്തി നിവാരി. അല്ല, പരമാത്മാവ് തന്നെയാണ്. പക്ഷെ ഈ പ്രാണി ശരീരത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളുമായിട്ട് പരമാത്മാവിന് യാതൊരു ബന്ധവുമില്ല. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അവൻ അസംഗസ്വരൂപനായതുകൊണ്ട് അവനൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ. അതാണ് കഥഞ്ചിത് എന്ന് പറഞ്ഞത്. പ്രാണി ശരീര സംബന്ധിച്ച് ഈ ദുഃഖീന ഈ ശരീരങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നെങ്കിലും, ഈ ശരീരത്തിന്റെ ആധാരമായിരിക്കുന്നെങ്കിലും അവൻ അസംഗനായിരിക്കുന്നു. അസംഗനായിരിക്കുന്നത് കൊണ്ട് ഈ സ്വദുഃഖങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയാനും സാധ്യമല്ല. ശരീര സംബന്ധമില്ലെന്ന് പറയാൻ പറ്റുമോ? തനിക്ക് താൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പരമാത്മനഃ സാധ്യ പരിഹാര്യ അഭാവ ഉപദേശാനർത്ഥയ്ക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പരമാത്മാവിൽ
അസംസാരിത്വം സാധിക്കാൻ സാധിക്കത്തില്ല, സംസാരിത്വം നിരാകരിക്കാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി പറയുന്ന ഉപദേശം വ്യർത്ഥമായി തീരും. ശക്തി നിവാരയിതും. അപ്പൊ ഈ ശാസ്ത്രമെല്ലാം അസംബന്ധമായി തീരും, ഉപദേശമെല്ലാം അസംബന്ധമായി തീരും, ഗുരുക്കന്മാർ പറയുന്നതെല്ലാം വ്യർത്ഥമായി തീരും. എന്തുകൊണ്ട്? സാധ്യ പരിഹാരി അഭാവ. അവിടെ അസംസാരിത്വം നമുക്ക് സിദ്ധിക്കാൻ പറ്റത്തില്ല, സംസാരിത്വം ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഇവിടുത്തെ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനർത്ഥയ്ക്ക് ദോഷം വരും. ആ ദോഷത്തെ ശക്തിയെ നിവാരയിതും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വസ്വരൂപത്തിൽ നിന്നും അന്യമായി ഒരു ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരൻ ദോഷയുക്തനായിരിക്കും. സ്വാത്മാവിൽ നിന്നും ജീവരൂപത്തിൽ തന്നെ കണ്ടുകൊണ്ട് ആ ജീവരൂപത്തിലുള്ള തന്നിൽ നിന്നും അന്യമായി ഒരു ഈശ്വരനെ അംഗീകരിച്ചാൽ ആ ഈശ്വരൻ ദോഷപൂർണനായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഈശ്വരന് നിത്യശുദ്ധ ബുദ്ധരൂപത്തിലൊന്നും ഇരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ആ ഈശ്വരന്റെ പണിയെന്താ? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ. ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്ന് പറയുന്നത് ദോഷയുക്തമാണ്. ആ ദോഷയുക്തമായ ആ പ്രവൃത്തി ചെയ്യുന്ന ഈശ്വരനും ആ ദോഷങ്ങളെല്ലാം വരും. അതിൽ നിന്നിങ്ങനെ ഒഴിവാകാൻ പറ്റും. ഈ സൃഷ്ടിയിൽ ഉത്തരവാദിത്വം ഈശ്വരന് മാത്രം. സ്ഥിതിയിലും സംഹാരത്തിനും ഉത്തരവാദി ഈശ്വരൻ തന്നെ. ആ ഈശ്വരൻ ഇവിടെ ഈ സൃഷ്ടിയിൽ അനേക പ്രാണികൾ ക്രൂരമായ ഹിംസയ്ക്ക് വിധേയമാകുന്നു, പീഡനങ്ങൾക്ക് വിധേയമാകുന്നു, ദുഃഖത്തെ അനുഭവിക്കുന്നു. ഇതിനെല്ലാം ആരാ ഉത്തരവാദി? സൃഷ്ടിച്ചയാളാണ്. ഈ സൃഷ്ടിയിൽപ്പെട്ടവരെന്ത് പിഴച്ചു? അവന് സൃഷ്ടികർത്താവിന് സമാനം പറയേണ്ടി വരും. എന്തിനത് സൃഷ്ടിച്ചു? എന്തിന് ഹിംസ? വേറൊരു ഭാഗത്തെന്താണോ? ഒരു വിഭാഗം സുഖിക്കുന്നു, ആനന്ദത്തിൽ കഴിയുന്നു, ക്ലേശങ്ങളില്ലാതെ, കഷ്ടപ്പാടുകളില്ലാതെ, അല്ലലില്ലാതെ ആനന്ദിക്കുന്നു. അവ ഈശ്വരൻ പക്ഷപാതിയല്ല. ഒരു ഭാഗത്ത് ദുഃഖിപ്പിക്കുന്നു, ഒരു ഭാഗത്ത് ആനന്ദിപ്പിക്കുന്നു. മോഷ്ടിക്കുമ്പോൾ കള്ളന് സന്തോഷം, പോലീസ് പിടിക്കുമ്പോൾ പോലീസിന് സന്തോഷം, പോലീസ് പിടിക്കുമ്പോൾ കള്ളന് ദുഃഖം. ഇതിങ്ങനെ പോവുകയല്ലേ? ഇതെന്തിനാ ഈശ്വരൻ ഇങ്ങനെ ചെയ്തു വെച്ച്? രോഗം വരുമ്പോൾ രോഗിക്ക് ദുഃഖം, രോഗിയെ ചികിത്സിക്കുമ്പോൾ ഡോക്ടർക്ക് സന്തോഷം. ഈ സന്തോഷവും ദുഃഖവും ഇതെങ്ങനെ പോകുന്നു? ഇതിനൊരു ഈ രോഗം ഉണ്ടാക്കിയുണ്ടല്ലേ ഈ പീഡന എല്ലാം അനുഭവിക്കേണ്ടി വന്നത് ഈശ്വരൻ. ഇങ്ങനൊരു രോഗിയെ ചികിത്സിക്കാൻ കിട്ടുകയുണ്ടല്ലേ ഡോക്ടർ സന്തോഷിക്കുന്നു, കോളടിച്ചു. ആ സന്തോഷം വരുന്നത് ഒരാൾക്ക് സന്തോഷം കൊടുക്കുന്നു, അതിനുവേണ്ടി വേറൊരാൾക്ക് ദുഃഖം ഉണ്ടാക്കുന്നു. ഒരു ഈശ്വരനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇങ്ങനെ ദ്വന്ദ്വാത്മകമായ ഇതിന് ഈശ്വരന് ഉത്തരവാദിയായി മാറി. ഈശ്വരനെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. ഹിംസയ്ക്കും ഉത്തരവാദി ഈശ്വരൻ, ശാന്തിക്ക് ഉത്തരവാദി ഈശ്വരൻ. പ്രാണി ശരീര സംബന്ധിച്ചി ദുഃഖി, ദുഃഖം എന്ന് വെച്ചാൽ സുഖവും ദുഃഖം, ഇതിനെല്ലാം ഈശ്വരനുമായിട്ട് സംബന്ധം വരും. ഇതെങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ട് സർവശരീരങ്ങളിലും പ്രവേശിച്ചിരിക്കുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ.
അല്ല, ഈശ്വരൻ സൃഷ്ടിച്ചിട്ടങ്ങ് ദൂരെ ഇരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം വല്ലതും വരും. എന്നാലും വരും. കാരണം ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം സൃഷ്ടിച്ചവനാണ്. ആ സൃഷ്ടികർത്താവിന് ഈ വൈഷമ്യത്തെ ആരോപിക്കേണ്ടി വരും. ഒരുവനെ ബന്ധനത്തിലാക്കിയിട്ട് ഒരുവനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് അഴിച്ചുവിടുന്ന എന്താ വലിയ കാര്യം വല്ലതുമാണ്? ഒരു ഈശ്വരൻ മോക്ഷത്തെ കൊടുക്കുന്നു, അതൊരു സമ്മാനമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുവന്റെ കർണക്കുറ്റിക്ക് 2 തല്ല് കൊടുത്തിട്ട് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ അത് സമാധാനമാവും, സന്തോഷമാവും. അപ്പം സംസാരത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. പിന്നെ മോക്ഷം കൊടുക്കുന്നതുകൊണ്ട് ആ ക്രൂരതയിൽ നിന്ന് ഈശ്വരന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അത് ചെയ്യാതിരിക്കണമായിരുന്നു എന്നാ പറയാം. ഒരുതിനെ തല്ലാതിരിക്കണം, പിന്നെ സമാധാനിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നാൽ നമുക്ക് സമാധാനിക്കാം. ഇതങ്ങനെയല്ല. ഈശ്വരന് കാരുണികനെന്ന് പറയാൻ പറ്റത്തില്ല. സാഡിസ്റ്റെന്ന് വേണമെങ്കിൽ പറയാം. പീഡിപ്പിച്ചിട്ട് സന്തോഷിക്കും, പിന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ സൃഷ്ടികർത്താവിന് ഇത്തരം ദോഷങ്ങളെല്ലാം വരും. ബ്രഹ്മസൂത്രത്തെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വൈഷമ്യം, നൈദ്രണ്യം, ഇതെല്ലാം ഈശ്വരന് വരത്തില്ലേ? അപ്പൊ ഇവിടെ പറയുന്നത്, ഇപ്പോ ഈശ്വരൻ സൃഷ്ടിച്ച് എന്നാദ്യം സ്വീകരിക്കുന്നു. ആ സൃഷ്ടിച്ച ഈശ്വരൻ അനുപ്രവേശം ചെയ്തു എന്ന് പറയുന്നു, സൃഷ്ടിയിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ ആകെ മൊത്തത്തിൽ കുഴപ്പമാണ്. ഈശ്വരൻ തന്നെ ഈ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇനി അതിനെ ഒഴിവാക്കാൻ വേണ്ടി കഥഞ്ചിത് പ്രാണി ശരീര സംബന്ധിച്ച് ദുഃഖേന്ദ്ര സംബന്ധിത സഖ്യം പ്രതിപാദിക്കും എന്ന് പറയുന്ന ഈശ്വരൻ അസംഗനാണ്, ഈശ്വരനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. അസംഗനായ ഈശ്വരനൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഇവിടെ പറയുന്നതാണ് സാധ്യപരിഹാരി അഭാവ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ശാസ്ത്രം എന്തിനു വേണ്ടി? ഈശ്വരൻ അസംസാരിത്വത്തെ സാധിക്കാൻ ശാസ്ത്രം ഒന്ന് ശ്രമിച്ചിട്ട് കാര്യമില്ല. അത് നിത്യമുക്തമല്ലേ, സാധിക്കേണ്ട കാര്യമില്ല. പരിഹാര്യം, അതിന് സംസാരിത്വത്തെ ഒഴിവാക്കാൻ അതും ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ഈശ്വരൻ നിത്യമുക്തനായിരിക്കുന്നു. പിന്നെ മറ്റുള്ളവർക്കൂടെ എന്താ പണി എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് ഏത് രീതി ചിന്തിച്ചാലും ശരി, ഈശ്വരനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ലെന്നാണ്. അതുകൊണ്ട് ഈശ്വരൻ ശരീരത്തിൽ അനുപ്രവേശം ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ പരമാത്മന സംസാരിത്വം, ഈശ്വരന് സംസാരിത്വം വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശാസ്ത്രം അനർത്ഥകമായി. അസംസാരി എന്ന് വന്നു കഴിഞ്ഞാൽ ഉപദേശം വ്യർത്ഥമായതാണ്. ഇവിടെ അവസാനം പറഞ്ഞത് സാധ്യപരിഹാര അഭാവ. ഈശ്വരൻ സർവഭൂതാന്തരാത്മാവാണ് എന്ന് കഴിഞ്ഞാൽ സർവപ്രാണികളുടെയും ഉള്ളിലിരിക്കുന്ന സുഖദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈശ്വരന് സംസാരിത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ അസംഗനാണ്, നിത്യ ഉദാസീനനാണെന്ന് പറയുന്ന ശ്രുതിക്ക് വിരോധം വരും, സ്മൃതിക്ക് വിരോധം വരും, യുക്തിക്ക് വിരോധം വരും. ഇനി ഈശ്വരൻ അസംഗനായതുകൊണ്ട് ഇവിടെ സുഖദുഃഖങ്ങളുണ്ടെങ്കിൽ ഒന്നും ബാധിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമാത്മാവിൽ സാധ്യ പരിഹാരി അഭാവം എന്ന് പറയുന്ന ദോഷം വരും. അവിടെ പിന്നെ അസംഗത്വത്തെ സാധിക്കാൻ വയ്യ, സംസാരിത്വത്തെ പരിഹരിക്കാൻ വയ്യ. ഇങ്ങനെ ആകെ കുഴപ്പമാണ്. ഏത് രീതിയിൽ ചിന്തിച്ചാലും എന്താണ്, എങ്ങനെ, എന്ത് തത്വനിർണയത്തിലെത്തണം, ഇതൊന്നും നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് എല്ലാവരും ബ്രഹ്മജ്ഞാനികളായിരിക്കുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊന്നും സാധ്യമല്ല. ഇവിടെ ആകെ തകരാറിലായിരിക്കുകയാണ്. ഈശ്വരസ്വരൂപം നിർണയിക്കാൻ കഴിയാതിരിക്കുകയാണ്. അതിന് അത്ര കേജിത് പരിഹാരം ആചക്ഷത. ഓരോരുത്തർ ഓരോ രീതി ചിന്തിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം എങ്ങനെ പരിഹാരം ഉണ്ടാകാം? ഒരു സൃഷ്ടിയും സൃഷ്ടികർത്താവും എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിനെന്താ പരിഹാരം?
ഒരു പരിഹാരം പറയാം. പല പരിഹാരങ്ങളും പറയും. താൻ അസംഗ ഉദാസീന കൂടസ്ഥനാണെന്നൊക്കെ വെറുതെ പറഞ്ഞു പോയോണ്ട് കാര്യമില്ലല്ലോ. ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിലനിൽക്കണ്ടേ? ഇവിടെ ചിന്തിച്ചു നോക്കുമ്പോൾ അത് നിലനിൽക്കുന്നില്ല. അഹം ബ്രഹ്മാസ്മി പറഞ്ഞു, കേട്ടു, ഉറച്ചു, നിശ്ചയിച്ചു. അത് തന്നെ. അതുകൊണ്ട് ഗുരു പറഞ്ഞു. പക്ഷെ ആരെങ്കിലും വന്ന് ആ ബുദ്ധി ഒന്ന് വിചലിപ്പിച്ചാൽ അതെങ്ങനെ ശരിയാകും? ഈ പറയുന്ന ദോഷങ്ങളെല്ലാം ഇല്ലേ നിങ്ങൾ പറയുന്നതനുസരിച്ച്? ഇവിടെ എന്തെല്ലാം ദോഷങ്ങൾ പറഞ്ഞു? അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് ശരിയാണ്. അവിടെ പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ എല്ലാം ഇനിയും ബാക്കി കിടക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ദോഷങ്ങൾ പരിഹരിക്കാൻ ചിന്തിക്കാൻ പരമാത്മന സാക്ഷാത് ഭൂതേഷാണ് പ്രവിഷ്ട. ആ പരമാത്മാവ് ഇതൊരു ചിന്തയാണ്. ഇതല്ല സിദ്ധാന്തം. സിദ്ധാന്തം വരുമെങ്കിൽ അങ്ങനെ ഈ പ്രാണികളിൽ നേരിട്ട് അനുപ്രവേശം ചെയ്തിട്ടില്ല. സ്വയനരൂപേണ അസ്വസ്വരൂപത്തിൽ എന്നുവെച്ചാൽ പരമാത്മാവിന്റെ ആ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്തിൽ ഇങ്ങോട്ട് വന്നില്ല. കിന്തറി പിന്നെ എങ്ങനെയാ കടന്നു വന്നത് ഈ ശരീരത്തിനുള്ളിൽ ഇപ്പോൾ ഇരിക്കുന്നത്? പരമാത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കാതെയല്ല വന്നു. പിന്നെയോ വികാരഭാവം ആപന്നോ വിജ്ഞാനാത്മത്വം പ്രതിപേദേ. അതിനൊരു ചെറിയ മാറ്റം സംഭവിച്ചു. വികാരഭാവം എന്ന് വെച്ചാൽ ജീവരൂപത്തിലായി. പരമാത്മാവ് സ്വയം തന്നെ മാറി. പരമാത്മാവ് സർവജ്ഞനും സർവശക്തനുമല്ല, ഏത് രൂപവും മാറാം. അപ്പോൾ പരമാത്മാവ് തീരുമാനിച്ച് താനെന്തായാലും ഈ ശരീരങ്ങളുടെ എല്ലാം ഉള്ളിൽ പോയിരുന്ന അവിടെയുള്ള സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കങ്ങനെ ഒരു താല്പര്യമില്ല. മറിച്ച് ഞാനൊരു കാര്യം ചെയ്യാം, നാടകത്തിലും മറ്റും വേഷം കിട്ടുന്ന പോലെ പുതിയൊരു വേഷത്തെ സ്വീകരിക്കാം, ജീവൻ. അങ്ങനെ ഒരു ജീവഭാവത്തെ സ്വീകരിച്ചിട്ട് വിജ്ഞാനാത്മത്വം പ്രതിവേദി ഈ ജീവരൂപത്തിലിരുന്ന് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ഇപ്പോൾ തകരാറില്ലല്ലോ. ഈശ്വരനെന്ന് ഈശ്വരനായി തന്നെ ഇരിക്കും. ഇവിടെ വേഷം മാറി വേറൊരു നായകനായോ വില്ലനായോ നായികയായോ ഒക്കെ അഭിനയിക്കുന്നു, ഒരു നടനെ പോലെ. അങ്ങനെ സ്വീകരിച്ചാലോ? സജ വിജ്ഞാനാത്മാ പരസ്മാത് അന്യോ അനന്യസ്ഥ. ശരി, ഇവിടെ വളരെ യുക്തിയുക്തമായ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും. എന്താണ് അങ്ങനെ ഒരു വേഷം മാറി വികാരാത്മത്വം എന്നാണ് ഇവിടെ പറയുന്നത്. ജീവഭാവത്തിൽ വന്നെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ജീവൻ ആ പരമാത്മാവിൽ നിന്ന് വേറെയാണോ അതേ അത് തന്നെയാണോ? എന്തുത്തരം പറയും? അതിന് റെഡിമെയ്ഡ് ഉത്തരവുണ്ട്. രണ്ടുമാണ്. അതുമാണ് അന്യവുമാണ് അനന്യവുമാണ്. ഈ വേഷം കെട്ടിയതുകൊണ്ട് അന്യമായി. എന്നാൽ ആരാ വേഷം കെട്ടിയത്? ആ പരമാത്മാവല്ലേ, അതുകൊണ്ട് അനന്യനുമാണ്. അല്ലേ? വേഷം കെട്ടി അഭിനയിക്കുന്നവൻ അഭിനയിക്കുന്ന സമയത്ത് നായകനോ നായികയോ ഒക്കെയാണ്. എന്നാൽ ആള് മറ്റാരെങ്കിലും ആണോ? അല്ല, ആള് തന്നെയാണ്. അങ്ങനെ സ്വീകരിക്കാൻ സജ വിജ്ഞാനാത്മാ പരസ്മാത് അന്യോ അനന്യസ്. ഇതിന് ഭേദാഭേദവാദം എന്ന് പറയും. ഭേദാഭേദം എന്ന് ചിന്തിക്കുന്നവർ. ഇതൊക്കെ ദ്വൈതികളുടെ പക്ഷത്തുള്ളതാണ് ഈ ചിന്താഗതികളെല്ലാം. ഈ ദ്വൈതം പറഞ്ഞു വരുമ്പോഴാണ് ഇതൊന്നും ശരിയാകാതെ വരുന്നത്. അന്യവും അനന്യവുമായി സ്വീകരിക്കുക. അന്യഹത്തേന സംസാരിക്കും. എന്താണ്? അയാൾ വേഷം കെട്ടിയത് കൊണ്ട് ഇപ്പം നായകനായി, അന്യനായതുകൊണ്ട് സംസാരിത്വ സംബന്ധി അയാളുടെ സംസാരധർമ്മങ്ങളെല്ലാം. അന്യഹ വാസ്തവത്തിൽ അതിന് അയാളെന്താണ്? അയാളാരോ അതാണ്. നായകനുമല്ല നായികയല്ല, അയാൾ ആ വ്യക്തിയാണ്. രാമനോ കൃഷ്ണനോ ആണ്. അനന്യഹ തേന അഹം ബ്രഹ്മ. ആ ഈശ്വരൻ തന്നെയാണ് അവധാരണാർഹ. അവർ തീരുമാനിക്കാം താൻ ആ ഈശ്വരൻ തന്നെയാണ്. പക്ഷെ ഇവിടെ വേഷം മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അന്യനായിരിക്കുന്നു. പരമാർത്ഥത്തിന് ഞാൻ അതാണ്. ഏവം സർവം അവിരുദ്ധം ഭവിഷ്യത്തി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്ന് പൂർവക്ഷി പറയും. എന്താ പറഞ്ഞത്? പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
പരമാത്മാവിൽ സംസാരിത്വം വരും. പരമാത്മാവിൽ ഈ പറയുന്ന ദോഷങ്ങളെല്ലാം വരും. വൈഷമ്യ നൈഗുണ്യങ്ങളെല്ലാം വരും. കരുണയും ഹിംസയും എല്ലാം ഒരിടത്ത് യോജിപ്പിക്കേണ്ടി വരും. സർവ സംസാര ദുഃഖങ്ങളുമായിട്ട് പരമാത്മാവിന് ബന്ധം വരും. പരമാത്മാവിന് അസംസാരിയാണെന്ന് പറയാൻ കഴിയില്ല. പരമാത്മാവിന്റെ സംസാരിത്വത്തെ ഒഴിവാക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം പരിഹരിക്കുക. എന്താണ്? ഭേദാഭേദത്തെ സ്വീകരിക്കും. പരമാത്മാവിൽ ഒരു മാറ്റം വന്ന് ജീവനായി. ആ മാറ്റം വന്ന ആ ഭാവത്തെ ചിന്തിക്കുമ്പോൾ ഈ ജീവൻ സംസാരി തന്നെ. എന്നാൽ പരമാത്മാവ് മാറാതിരിക്കുന്നു. അവിടെ ആ പരമാത്മാവ് അസംസാരിയാണ്. താൻ അതാണ്. മാറാതിരിക്കുന്ന ആ പരമാത്മാവാണ്. മാറിയ ജീവനല്ല എന്ന് കരുതുമ്പോൾ അഹം ബ്രഹ്മാസ്മി. അപ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം പരിഹരിക്കാം. ഈശ്വരന് സംസാരിത്വം വരുന്നില്ല. ഉപദേശം വ്യർത്ഥമാകുന്നില്ല. നേരത്തെ പറഞ്ഞ സാധ്യ പരിഹാര അഭാവം അത് വരുന്നില്ല. ശാസ്ത്രം വ്യർത്ഥമാകുന്നില്ല. സർവം വൈരുദ്ധ്യം ഭവിഷ്യതി. അപ്പോൾ ഇതിന് ഒരു കാര്യത്തെ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടി വരും. എന്താണ്? ആ പരമാത്മാവിലൊരു മാറ്റം സംഭവിച്ചു, ഒരു വികാരം സംഭവിച്ചു. ആണ് തത്ര വിജ്ഞാനാത്മനോ വികാരപക്ഷേ ഏതാഗതേഹ. ശരി, നിങ്ങൾ ആ പരമാത്മാവിനൊരു മാറ്റം സംഭവിച്ചു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് വേറെ ചില പ്രശ്നങ്ങൾ വരും. നിങ്ങൾ പറഞ്ഞിടത്തോളം ശരി, പക്ഷെ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഏതാഗതേഹ, വേറെ ചില കുഴപ്പങ്ങൾ വരും. എന്തൊക്കെയാണ്? പൃഥ്വി ദ്രവ്യവിധ അനേക ദ്രവ്യ സമാഹാരസ്യ സാവ്യവസ്യ പരമാത്മന ഏകദേശ വിപരിണാമോ വിജ്ഞാനാത്മാ ഘടാധിപത് പൂർവ്വ സംസ്ഥാനാവസ്ഥ ശിവാപരസ്യ ഏകദേശ വിക്രിയതേ കേശ ഊഷരാധിപത് സർവ ഏവ പരപരിണമേ ക്ഷീരാധിപത് തത്ര സമാനജാതീയ അനേകദ്രവ്യ സമൂഹസ്യ കശ്ചദ്രവ്യ വിശേഷോ വിജ്ഞാനാത്മത്വം പ്രതിബദ്ധ്യത്തെ യഥാ തഥാച സമാനജാതീയത്വ ദേഹത്വം ഉപചരിതമേവ നതു പരമാർത്ഥതഃ തഥാച സതി സിദ്ധാന്തവിരോധഃ സർവസിദ്ധാന്തവിരോധഃ. നിങ്ങളീ പറയുന്നത് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്നു. ആ വിചാരരമണീയം എന്ന് പറയും. അതിലൊരു യുക്തിയുണ്ടല്ലോ. ഒന്ന് മാറി, അതുകൊണ്ട് സംസാരിക്കും. അശയവും മാറാതിരിക്കുന്നു, അതുകൊണ്ട് അസംസാരിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഭേദവും അഭേദവും സ്വീകരിക്കുന്നു. ഇത് പലരും പറയാറുണ്ട്, ഈ യുക്തികളൊക്കെ. ഇത് ശങ്കരാചാര്യന്റെ അദ്വൈതത്തിനേക്കാൾ ഞങ്ങൾ ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചെന്ന് പറയുന്ന പലരുമുണ്ട്. ഈ വിഷയം ശങ്കരാചാര്യ അറിഞ്ഞിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല എന്ന് ധരിച്ചു. ശങ്കരാചാര്യ പറയുന്ന അദ്വൈതത്തെക്കാൾ നല്ലതല്ലേ ഈ ഭേദാഭേദത്തെ സ്വീകരിക്കുന്നു. ഞങ്ങളതാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ശങ്കരാചാര്യർ ചിന്തിച്ച് അവസാനിപ്പിച്ചെടുത്തു നിന്ന് ഒരു പടി കൂടി മുമ്പോട്ട് പോയി ചിന്തിക്കുന്നവരാണ് എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തെ ശങ്കരാചാര്യ ചിന്തിച്ച് തള്ളിക്കളഞ്ഞാണെന്നുള്ളത് അവർക്കറിയില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. യഥോക്ത ദോഷസംബന്ധോ നൈവം സതി ഭവിഷ്യതി. ഈശ്വരൻ, നിത്യശുദ്ധമുക്തനായ ഈശ്വരൻ സൃഷ്ടിച്ചിട്ട് സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തു എന്നാൽ വരുന്ന ദോഷസംബന്ധം നൈവം സതി ഭവിഷ്യതി. ഭേദാഭേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കാം. കാരണം ഇത് തത്വബോധമാണ്. ആ തത്വബോധം അത് സംശയാദി ദോഷരഹിതമായി. ഈ പറയുന്ന ദോഷങ്ങൾ ഒരാൾ ഉന്നയിച്ചാൽ അതിന് സമാനം പറയണ്ടേ? ശരി, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, അവനവനെ ബോധ്യപ്പെടാനെങ്കിലും ഒരു സമാധാനം വേണ്ടേ? അദ്വൈതത്തിൽ സമാധാനം കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള തകരാറുകളുണ്ട്.
അതുകൊണ്ട് ഭേദാഭേദത്തെ സ്വീകരിക്കുക. യഥോക്ത ദോഷസംബന്ധോ നൈവം സതി ഭവിഷ്യതി. ഈ ദോഷങ്ങളൊന്നും പിന്നെ ഉണ്ടാകത്തില്ല. ഇതോ അന്യഥാ കൽപ്പനായ, മറിച്ച് നിങ്ങൾ പറയുന്ന രീതിയിൽ അദ്വൈതം പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ ദോഷേണ സംഗതി, പലതരത്തിലുള്ള ദോഷങ്ങളും വരും. ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഭേദാഭേദത്തെ സ്വീകരിക്കുക. ഇത് ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ ദ്വൈതികൾ സ്വീകരിച്ചിരുന്നതാണ്. നിമ്പാർക്കാചാര്യനും സ്വീകരിച്ചിരുന്നതാണ്. അത് പിന്നെ വികസിപ്പിച്ചെടുത്താണ്, അതിനെ രൂപാന്തരപ്പെടുത്തിയാണ് രാമാനുജനും മാധവനുമൊക്കെ ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ദ്വൈതത്തിൽ കൂടെ ചേർത്ത അദ്വൈതവും ഇതെല്ലാം സ്വീകരിച്ചു. ആ ഭേദാഭേദത്തെ നിഷേധിച്ചിട്ടും വീണ്ടും ഭേദാഭേദത്തെ എങ്ങനെ ആചാര്യങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞു സംശയിക്കും. കാരണം ഇവിടെ വളരെ യുക്തിയുക്തമായി അടുത്ത് നിഷേധിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം എന്നേ പറയാൻ പറ്റും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രമാണത്തെയും യുക്തിയും എല്ലാം സ്വീകരിക്കുന്നു. എന്താ അങ്ങനെ ഒരു ഇഷ്ടം വരാൻ കാരണം? അവരവരുടെ സംസ്കാരം, ഓരോരുത്തരുടെ ഓരോ സംസ്കാരമുണ്ട്. അദ്വൈതം പറയും, ലോകത്തുള്ള മുഴുവൻ പേരെ അദ്വൈതിയാക്കാൻ വേണ്ടിയിട്ടാണോ പറയുന്നത്? ആരിലാണോ ആ അദ്വൈത സംസ്കാരമുള്ളതോ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാത്തവരത് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പാടില്ല. കാരണം അവരുടെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. ലോകത്ത് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ദ്വൈതിയെ പുച്ഛിച്ചിട്ടോ അദ്വൈതിയെ പുച്ഛിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവൻ വിവരമില്ലാത്തവനാണ്, അവൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ വഴിക്ക് പോയിരിക്കുന്നു എന്ന് ആരെക്കുറിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ച് അവരവർക്ക് തോന്നിയ വഴിക്ക് പോകുന്നു. എന്നാൽ പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യം തോന്നിയ വഴിക്ക്. പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാവരും അവരവരുടെ സംസ്കാരം അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. കാരണം പക്ഷിമൃഗാദികളൊക്കെ അങ്ങനെയാണ്, അവരവരുടെ സംസ്കാരം അനുസരിച്ച് പോകുന്നു. ശാസ്ത്രം നോക്കിയിട്ടല്ല അവർ പോകുന്നു, ഉപദേശം നോക്കിയിട്ടല്ല പോകുന്നു. ശാസ്ത്രം ഇത്രയും ചെയ്യുന്നത് എന്താണോ? ഒരുവന്റെ സംസ്കാരമനുസരിച്ച് അവൻ പോകുന്ന ആ വഴിക്ക് വിവേകത്തെ പകർന്നു കൊടുക്കുന്നു. അതാണ് ശാസ്ത്രം ചെയ്യുന്നത്. ആ വഴിക്ക് വെളിച്ചം വേണമെങ്കിൽ അവിടെ ശാസ്ത്രം വേണം, അല്ലെങ്കിൽ ആ വഴിക്ക് വെളിച്ചം ഉണ്ടാകത്തില്ല. അദ്വൈതത്തിന്റെ സംസ്കാരമുള്ളവൻ ആ വഴിക്ക് തന്നെ പോകും. പക്ഷെ അവിടെ ശാസ്ത്രം എന്ത് ചെയ്യുന്നു? അതിന് വെളിച്ചം പകരുന്നു. ദോഷങ്ങളെ പരിഹരിച്ചിട്ട്, ഈ അജ്ഞാനാദി ദോഷങ്ങളെ പരിഹരിച്ചിട്ട് മറ്റ് ദ്വൈത വഴിക്ക് പോകുന്നവന് ആ വഴിയിൽ പോകേണ്ട ദോഷങ്ങളെ പരിഹരിക്കുന്നു. ഇവരെല്ലാം എവിടെ എത്തിച്ചേരുന്നത്? അങ്ങനെയാണ്. എല്ലാവരും എത്തിച്ചേരുന്ന ഒരേ തത്വത്തിൽ തന്നെ. ഒരേ തത്വത്തിനെ പല ഭാഗത്തു നിന്നും വീക്ഷിക്കുന്നു. ഒരേ തത്വത്തിന് അവനവന്റെ സംസ്കാരമനുസരിച്ച് പല ദിശയിലൂടെ സമീപിക്കുന്നു. ആത്യന്തികമായി ഒരിടത്ത് തന്നെ ഉണ്ടാവും. നമ്മളിവിടെ ചർച്ച ചെയ്ത അതല്ലേ, സിംഹോവ വ്യാഘ്രോവ
മസകോവ സന്തുലിതം. ദ്വൈതിയായാലും അദ്വൈതിയായാലും ആസ്തികനായാലും നാസ്തികനായാലും ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ആരായാലും ഒരിടത്ത് തന്നെ എത്തിച്ചേരുന്നു. അക്കാര്യത്തിലൊരു വ്യത്യാസം ആർക്കുമില്ല. ഇവിടെ ആ സംപ്രസാദനൻ, അവിടെ ഭേദമുണ്ടാകും. ഞാൻ ദ്വൈതിയാണ്, അദ്വൈതിയാണ്, ഞാൻ ജ്ഞാനിയാണ്, അജ്ഞാനിയാണ്. എല്ലാവരും എത്തിച്ചേരുന്ന ആ സംപ്രസാദൻ, അതിൽ നിന്നാണ് എല്ലാവരും വരുന്നത്. അതെന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഈ തർക്കങ്ങളെല്ലാം. അതെന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ നിന്ന് വരുന്നു, തിരിച്ചവിടേക്ക് പോകുന്നു. ആ രീതിയിൽ എല്ലാവരും പ്രാപിക്കുന്നത് ആ ഒരു തത്വത്തെ തന്നെ. അപ്പോൾ ഈ അദ്വൈതം, ദ്വൈതം, ഭേദാഭേദം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തത്വം ഇതാണ് എന്നുള്ള വിസ്മരിക്കാൻ പാടില്ല. തത്വത്തിൽ ഈ തർക്കവിതർക്കങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട്? സതിസമ്പത്തിന വിദു സതിസമ്പദ്യാമഹേ. തത്വത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ അറിയാൻ പറ്റുന്നില്ല ഞാനിവിടെയാണ്. ദ്വൈതത്തിനാണോ പ്രാപിച്ചത്, അദ്വൈതത്തിനാണോ പ്രാപിച്ചത്, വൈകുണ്ഠത്തിലാണോ എത്തിയത്, കൈലാസത്തിലാണോ എത്തിയത്, ഒരു പിടിയില്ല. ആ സത്തിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ജീവന്മാരുടെ സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കുന്ന ചിന്താഗതികളാണ്. അതിങ്ങനെ ആ സംസ്കാരത്തിനനുസരിച്ച് ഓരോന്നും നിലനിൽക്കും, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൽ ഒന്നിനിവിടെ ഭാഷ്യകാരൻ എടുത്തു കാണിക്കുന്നു, അതിനുള്ള പോരായ്മകളെ പറയുന്നു. തന്റെ തത്വത്തെ എന്താണെന്ന് ആ സംസ്കാരമുള്ളവർക്ക് അതിൽ അവർക്ക് ദൃഢത വരുത്തുന്നതിന് വേണ്ടി ഈ ചർച്ച.